നമസ്കാരം, എല്ലാവർക്കും റൂബി കൺസ്ട്രക്ഷൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമൂഹത്തിൽ അനേകം ബിൽഡിങ്സ് നമ്മൾ കാണാറുണ്ട്. പുരാതനമായ അനേകം ബിൽഡിങ്സ് ഉണ്ട്, ആധുനികമായി നമ്മൾ ചെയ്യുന്ന കണ്ടംപററി ബിൽഡിങ്സും ഉണ്ട്. ശരിക്കും പഴയ രീതിയിൽ കല്ലും മരങ്ങളും പാറകളും കൊണ്ടുണ്ടാക്കിയ നിർമ്മാണമാണോ നല്ലത്, അതോ പുതിയ കണ്ടംപററി ബിൽഡിങ്സ് ആണോ നല്ലത് എന്നതിനെക്കുറിച്ചിട്ടുള്ള ചെറിയ ഒരു താരതമ്യ പഠനമാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പ്രകൃതിയിൽ നിന്നും ലഭിക്കുന്ന തടികൾ കൊണ്ടും പാറകൾ കൊണ്ടും വലിയ കല്ലുകൾ കൊണ്ടും അങ്ങനെ നിർമ്മിക്കുന്ന പുരാതനമായ അനേകം ബിൽഡിങ്സ് ഉണ്ട്. ക്ഷേത്രങ്ങൾ, അപ്പോൾ തന്നെ പള്ളികളുണ്ട്, അപ്പോൾ തന്നെ ഈജിപ്തിലെ ഗോപുരങ്ങൾ അനേകമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ബിൽഡിങ്സൊക്കെ അനേക വർഷങ്ങൾ നിലനിൽക്കുന്നു. ഇതിന് 1000-10,000 വർഷങ്ങളായിരുന്നാലും കേടുപാടുകൾ സംഭവിക്കുന്നില്ല. എന്നാൽ ഇന്ന് നിർമ്മിക്കുന്ന കണ്ടംപററി ബിൽഡിങ്സ് ആണെങ്കിൽ 100 വർഷമാണ് സമയം പറയുന്നത് എങ്കിലും 50 വർഷമാകുമ്പോൾ തന്നെ ബിൽഡിങ്സ് പൊളിഞ്ഞു തുടങ്ങുന്നു. 15 വർഷം ആകുമ്പോൾ തന്നെ ലീക്കിൻ്റെ പ്രശ്നങ്ങൾ വളരെ കൂടുതലായിട്ട് കാണപ്പെടുന്നു. ക്രാക്സ് ഉണ്ടാകുന്നു, അപ്പോൾ തന്നെ തുരുമ്പ് കയറാൻ തുടങ്ങുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാലക്രമേണ ജീവിത ദൈർഘ്യം കൂടുതൽ പഴയ പുരാതനമായ ബിൽഡിങ്സും അപ്പോൾ തന്നെ ഇപ്പോൾ നിർമ്മിക്കുന്ന ബിൽഡിങ്സ് അതിൻ്റെ 10-1 സമയം പോലും കിട്ടുന്നില്ല. ഇപ്പോൾ നിർമ്മിക്കുന്ന കണ്ടംപററി ബിൽഡിങ്സിന് മെയിൻ്റനൻസ് കൂടുതലായിരിക്കും. പഴയ പുരാതന ബിൽഡിങ്സിനൊക്കെ ഇത്രയേറെ മെയിൻ്റനൻസ് വരുന്നില്ല. 100 വർഷങ്ങളായാൽ പോലും തടികളിലായിരുന്നാലും പാറകളിലായിരുന്നാലും വലിയ മെയിൻ്റനൻസ് വരുന്നില്ല. അനേകം ഗുഹാക്ഷേത്രങ്ങളുണ്ട്, അനേകം പള്ളികളുണ്ട്, നല്ല ക്ഷേത്രങ്ങൾ ഒരുപാട് ഉണ്ട്. ഇതെല്ലാം 100-1000 വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. എന്നാൽ ഇതിൽ നിന്ന് വലിയ മെയിൻ്റനൻസ് വരുന്നില്ല. ഇത് ഒരിക്കൽ നിർമ്മിച്ചു കഴിഞ്ഞാൽ പിന്നെ കാലക്രമേണ ഇതിന് കാലം കഴിയും തോറും ഇതിൻ്റെ ക്ഷയം സംഭവിക്കുന്നില്ല, വെയർ ആൻഡ് ടയർ സംഭവിക്കുന്നില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ നല്ലത് എന്ന് പറയുമ്പോൾ പുരാതന ബിൽഡിങ്സ് തന്നെയാണ്. എന്നാൽ പുതിയ ബിൽഡിങ്സ് ആണെങ്കിൽ 1 വർഷം ആകുമ്പോൾ തന്നെ പുതിയ ബിൽഡിങ്സ് അതിൻ്റെ പെയിൻറ്റ് ഫെയ്ഡാകാൻ സാധ്യതയുണ്ട്. 1-2 വർഷം കഴിയുമ്പോൾ ബാത്റൂമിൻ്റെ സൈഡിൽ നിന്നൊക്കെ പെയിൻറ്റും പുട്ടിയൊക്കെ ഇളകി വീഴാനുള്ള സാധ്യതയുണ്ട്. 15 വർഷം കഴിയുമ്പോൾ തന്നെ പല സ്റ്റീൽ കമ്പികളൊക്കെ തുരുമ്പ് കയറി പ്ലാസ്റ്ററിങ് അടർന്നു വീഴുന്ന സംഭവങ്ങളുണ്ട്. അപ്പോൾ തന്നെ ഇപ്പോൾ പഴയ നിർമ്മാണം ഉപയോഗിക്കുന്നത് പോലെ തടികൾ കിട്ടാറില്ല. പ്രായം കുറഞ്ഞ തടികളായിരിക്കും ഉപയോഗിക്കുന്നത്. കട്ടിയുള്ള തടികൾ വളരെ കുറവാണ്, കാതലുള്ള തടികൾ ഇപ്പോൾ തന്നെ വളരെ കുറവാണ്. അപ്പോൾ ഇതിൻ്റെ ലഭ്യത കുറവൊക്കെ അനേകം ബിൽഡിങ്സിനെ ബാധിക്കാറുണ്ട്. ചിതൽ കയറാനുള്ള സാധ്യത കൂടുതലാണ്. അടിയിൽ നിന്ന് ടൈൽസിൻ്റെ ഗ്യാപ്പ് വഴിയുള്ള ഈർപ്പം കയറുന്നു. അപ്പോൾ തന്നെ അതിൽ കൂടി ചെറിയ ചെറിയ ജീവികളൊക്കെ പുറത്തു വരുന്ന പ്രതിഭാസങ്ങളൊക്കെ ഇപ്പോൾ കാണാറുണ്ട്. മഴ പെയ്യുമ്പോൾ അതിനേക്കാൾ ചുവര് നനഞ്ഞ് ചുവരിൽ കൂടി പെയിൻറ്റിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്, കളർ വ്യത്യാസം വരാം. അപ്പോൾ ഇതൊക്കെ ചെറിയ ചെറിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പുതിയ ബിൽഡിങ്സിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ പഴയ ബിൽഡിങ്സിൽ ഇത്തരം പ്രശ്നങ്ങളൊന്നും കാണാറില്ല. എത്ര നൂറ്റാണ്ടുകളായിരുന്നാൽ തന്നെ അതിൻ്റെ ബ്യൂട്ടി, നിർമ്മിച്ചപ്പോഴുള്ള ഭംഗി ഇപ്പോഴും നമുക്ക് കിട്ടുന്നതാണ്. കാരണം മെയിൻ്റനൻസിൻ്റെ ഇത് കുറവായതുകൊണ്ട് തന്നെ അതിൻ്റെ ചിലവും കുറവായിരിക്കും, മെയിൻ്റനൻസ് ചിലവ് കുറവായിരിക്കും. അടുത്ത് നമ്മൾ നോക്കുന്നത് നിർമ്മാണ സമയവും അതിനുവേണ്ടി ചിലവഴിക്കുന്ന തുകയും. ശരിക്കും പഴയ പുരാതനമായ ബിൽഡിങ്സിന് എപ്പോഴും നിർമ്മാണ ചിലവ് കൂടുതലും നിർമ്മാണ സമയം കൂടുതലും ആവശ്യമാണ്. കാരണം ഒരുപാട് കൃത്യതയും ഒരുപാട് ഹ്യൂജ് സ്ട്രക്ചറും ആയതുകൊണ്ട് തന്നെ ഒരുപാട് പൈസ ഇതിന് ചിലവഴിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ തന്നെ ഒരുപാട് സമയവും ഇതിനു വേണ്ടി ചിലവഴിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ പുതിയ ബിൽഡിങ്സിനൊക്കെ ഇഷ്ടമുള്ള രീതിയിലും ഷേപ്പിലും നമുക്ക് വാർത്തെടുക്കുവാൻ കഴിയും. എന്നാൽ പഴയ ബിൽഡിങ്സൊക്കെ ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് വാർത്തെടുക്കുവാൻ കഴിയുകയില്ല. നിർമ്മാണത്തിന് ആവശ്യമായ പാറയുടെയും തടിയുടെയും വലിപ്പവും അതിൻ്റെ ഡിസൈനൊക്കെ അനുസരിച്ചിട്ട് വലിയ സ്ട്രക്ചർ ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ തന്നെ ആ ബിൽഡിങ്സിനൊക്കെ നമുക്ക് ഉദ്ദേശിക്കുന്ന നിലവാരത്തിൽ ഉദ്ദേശിക്കുന്ന ഡിസൈനിൽ കൊണ്ടുവരുവാൻ പലപ്പോഴും കഴിയാതെ വരുന്നു. ചെറിയ ചെറിയ പോയിൻ്റ് ഡിസൈനൊക്കെ അതിൽ ചെയ്യാൻ സാധ്യമല്ല. എന്നാൽ പുതിയ ബിൽഡിങ്സൊക്കെ താരതമ്യേന ചിലവ് കുറവായിരിക്കും, കൺസ്ട്രക്ഷൻ സമയം വളരെ കുറവായിരിക്കും. ഇഷ്ടമുള്ള ഡിസൈനിൽ നമുക്ക് വാർത്ത് എടുക്കുവാൻ കഴിയുന്നതാണ്. അടുത്ത ആഴ്ച ഇതിലും മെച്ചപ്പെട്ട വേറൊരു വീഡിയോ നേരിട്ട് കാണാൻ. ടാറ്റ.